ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഒരു മുന്തിരി ജാം എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ എളുപ്പമാണ്. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ മുന്തിരി എടുത്തിട്ടുണ്ട്. അപ്പം ഈ മുന്തിരി നമുക്ക് കടയിൽ നിന്ന് വാങ്ങിച്ച മുന്തിരി വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ആദ്യം തന്നെ ഈ മുന്തിരി വളരെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം. അതിനകത്ത് വെള്ളമൊക്കെ മാറ്റിയെടുക്കണം. എന്നിട്ട് നമ്മൾ ഇത് ഒരു സോസ് പാൻ വെച്ച് അതിനകത്തിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ തിളച്ച് വരുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു പൊട്ടറ്റോ മാഷറോ അല്ലെങ്കിൽ ഒരു സ്പാറ്റിലോ ഉപയോഗിച്ചിട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ മുന്തിരിയിൽ നിന്ന് ഈ ജ്യൂസ് പെട്ടെന്ന് സെപ്പറേറ്റായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. അതുപോലെ തന്നെ ജ്യൂസൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വരും. അപ്പം ഇത് നന്നായിട്ട് തിളച്ച് ജ്യൂസിൽ സെപ്പറേറ്റായി വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം. അതിനായിട്ട് വളരെ ക്ലീനായിട്ടുള്ള ഒരു തുണി എടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇത് സ്ട്രെയിൻ ചെയ്തെടുക്കുക. അപ്പം ഇങ്ങനെ സ്ട്രെയിൻ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഇത് വളരെ ചൂടായിരിക്കും, സൂക്ഷിക്കണം. അതിന് ശേഷം നന്നായിട്ട് സ്ട്രെയിൻ ചെയ്ത് ജ്യൂസെല്ലാം സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കും. ഇങ്ങനെ ജ്യൂസൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ വീണ്ടും ഇതൊരു സോസ് പാനിലേക്ക് ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഈ സമയത്ത് ഇങ്ങനെ തിളപ്പിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് പഞ്ചസാരയും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പം 1 കിലോ മുന്തിരിക്ക് ഏകദേശം ഒരു 400 to 450 ഗ്രാം പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ച് വേണമെങ്കിൽ കുറച്ച് കൂട്ടി കൊടുക്കാം. പിന്നെ ഇതൊന്ന് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ജാം സെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ചേർക്കുന്നുണ്ട്. അത് ഇപ്പം 1 കിലോ മുന്തിരിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒരു 25 ഗ്രാം ചേർത്തിട്ടുണ്ടെങ്കിൽ മതിയാവും. അപ്പോൾ അത് നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതിന് ശേഷം ഇത് 3 കൂടി ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇത് ഏകദേശം ഒരു 110 ഡിഗ്രിയൊക്കെ കഴിയണം, സെൻറ്റിഗ്രേഡൊക്കെ കൂടുതൽ തിളപ്പിക്കണം. അപ്പോൾ നന്നായി തിളച്ച് വരുമ്പോഴത്തേക്ക് അത് ഒരു കറക്റ്റായിട്ടുള്ള ടെമ്പറേച്ചറായിട്ടുണ്ടാവും. പിന്നെ ഇത് കുറച്ച് തണുത്തതിന് ശേഷം നമ്മൾ മുഴുവൻ ചൂട് മാറുന്നതിന് മുമ്പ് തന്നെ ഒരു കുപ്പിക്കകത്തേക്ക് മാറ്റി വയ്ക്കേണ്ടതുണ്ട്. ഇത് നന്നായി തണുത്ത് പോയി കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് സെറ്റാവും. പിന്നെ നമുക്കിത് മാറ്റാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ചൂട് മുഴുവനായിട്ട് മാറുന്നതിന് തന്നെ ഒരു കുപ്പിക്കകത്തേക്ക് മാറ്റുക. അതിനുശേഷം ഇത് നന്നായി തണുത്ത് കഴിയുമ്പോഴത്തേക്ക് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.